അല്ല, ഇങ്ങനെ നേരം വൈകിട്ട് തന്നെ ഇപ്പൊ എന്നും നീച്ചല്? എന്താ ഇപ്പൊ ഈ കടത്തത്തിന്റെ ഹാല്? നീച്ച പോരാനായില്ലേ? ചായ കടിയൊക്കെ ഉണ്ടാക്കാനായിക്കണ്. എന്താന്ന് അറിയില്ല താത്ത, എനിക്ക് ഭയങ്കര ക്ഷീണം. ഞാൻ നേരത്തെ 2-3 വട്ടം ഛർദിച്ചൊന്നും നേരം വെളുത്തിട്ട് ഇന്നലെ രാത്രിയൊക്കെ. അതെന്താ പറ്റി? എന്താന്ന് അറിയില്ല, ഭയങ്കര ക്ഷീണാണ് എനിക്ക്. എന്നാ പക്ഷെ തോന്നണ എന്താ വെച്ചാലേ ഞങ്ങളൊരു വാപ്പയാക്കാൻ പോണെന്ന് തന്നെയാണ് എനിക്ക് തോന്നണത്. എനിക്കും അതന്നെയാണ് താത്ത തോന്നണത്. എന്നാ വയ്ക്കണ മാതിരി നീച്ചൂട്. ഞാൻ എന്തായാലും ഉമ്മാനോടൊന്ന് പറയട്ടെ. ഇനി പിന്നെ നമുക്ക് ഒന്ന് ആശുപത്രിയിൽ വേണമെങ്കിൽ പോയി നോക്കും ചേച്ചാ. പഠിച്ചോനെ, ക്ലാസ് ഫൈനലാണ്, എക്സാം ആകാനായിക്കണ്. അങ്ങനെയൊന്നും ഇല്ലാതിരുന്നാ മതി. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് എനിക്ക് പഠിച്ച് നല്ലൊരു ജോലി വേണമെന്ന്. ഇമ്മ, നിങ്ങൾ ഇവിടെ അങ്ങനെ ചായ കുടിച്ച് കുത്തിർന്നോളി. നിങ്ങളെ മരിയൊക്കെ തീരെ വെച്ച ഛർദിയൊക്കെയാണോലോ. അതിപ്പോ എന്തെയാവോ? എനിക്ക് തോന്നണത് എന്താണെന്നറിയോ, നിങ്ങളെ മകൻ ഒരു വാപ്പയാകാൻ പോണെന്ന് വെച്ച് തോന്നണത് തന്നെ. അൽഹംദുലില്ലാ, പഠിച്ചോ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് വെച്ച് തോന്നണത്. എന്തായാലും ഒന്ന് ആശുപത്രിയിൽ പോയോക്കാം, കോണാണെങ്കിലും ദോശാണെങ്കിലൊക്കെ. ഞാനും ഇവിടെ പോയിക്കോണ്ട്. നിങ്ങളിവിടെ കുട്ടികളെ നോക്കിയിരുന്നോളി. എന്നാലും പിന്നെ നിങ്ങൾക്ക് പേരക്കുട്ടികളെ കളിപ്പിച്ച് കുത്തിർക്കാലോ ഇനിയുള്ള കാലം മുതൽ. എന്നാ ആയിക്കോട്ടെ. എന്നാ നേരെ ഉച്ച ആകണീൻ്റെ അടുക്കേ നിങ്ങൾ രണ്ടാളും ഒന്ന് പോയി പോരി, കുട്ടികളെ കാണണ്ടെന്നാലും കേട്ടോ. അങ്ങനെ ആട്ടോ എന്നാല്. അതിനെ ആയാ മതിയേനി. എന്നാലേ ഓളെ പഠിച്ചാ പോണിന്റെ പൂതിയാണ് മാറിക്കൊട്ടിക്കോളും. അത് നല്ലൊരു ഐഡിയ. ചിലപ്പോ നിങ്ങളെ പ്രാർത്ഥന പഠിച്ചോൻ കേട്ടു. ഏതെങ്കിലും ഛർദിച്ച് കൊഞ്ഞിന്നല്ലേ പറഞ്ഞ്. ഞാൻ എന്തേലും ചായൻ്റെ എന്തേലും കൊണ്ടുവന്ന് കൊടുത്തോക്കട്ടെ എന്നാല്. എന്നാ വേഗം പോകാൻ നോക്കുന്ന. എന്നിട്ടിപ്പോ പണി സ്ഥലത്തല്ലത്? പിന്നെ അറിഞ്ഞില്ലേ, ഷാനി പറഞ്ഞിക്കോലല്ലേ. എന്തായാലും ഉമ്മാരുടെ കുട്ടി നേരത്തെ കാലത്ത് ഒരു വാപ്പയാകാൻ പോണെന്ന് കേട്ടപ്പോ ഉമ്മാക്ക് ഭയങ്കര സന്തോഷം. കുട്ടികളിപ്പോ ഇവിടെ വേറെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മക്കളെ കുട്ടികളെ കുട്ടികളൊന്നും ഞമ്മക്ക് കളിച്ചാൻ കിട്ടൂല. ഞമ്മക്കേ അനക്കൊരു കുട്ടീനെ തന്നെ ഇവിടെ കളിച്ചാൻ കിട്ടുള്ളൂ. അതുകൊണ്ട് അത് നേരത്തെ കാലത്തായതുകൊണ്ട് ഞമ്മക്ക് വെച്ചോ പാപ്പാക്കൊരു സന്തോഷം ഉണ്ട് ആ കാര്യത്തില്. എന്തായാലും ഇനി പോളെ കാര്യം ആലോചിച്ചെങ്കാണ്ട് ഇനി ചടങ്ങാറാകാനും വരാനും ഒന്നും നിൽക്കണ്ട. ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ പൈസക്ക് ഇക്കാര്യം കൂടുതൽ ആവശ്യങ്ങൾ. അപ്പം അതുകൊണ്ട് അവിടെ തന്നെ നിന്നോ. ഓളെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോണ്ട്. എന്നാ അമ്മട്ടി പോയിക്കോ. ആയിക്കോട്ടെ, എന്നാ പോയിക്കോട്ടോ. ശരി എന്നാൽ. വലൈക്കും അസ്സലാം. ഷാനിയെ, എന്നത് കുടിച്ചാളാ. ഇത് ഉമ്മ ഇളനീ ജ്യൂസ് അടിച്ചതാണ്. എന്നാ ഷാനിയെ, എന്താ എനിക്കൊരു സന്തോഷമില്ലാത്ത? എല്ലാവർക്കും ആദ്യത്തെ കുട്ടികളുണ്ടാവുമ്പോൾ ഭയങ്കര സന്തോഷമായിക്കാരും, പിന്നീട് അങ്ങോട്ട് ഉണ്ടാകണക്കാട്ടിലും. ഇച്ചക്ക് അങ്ങനെ കേട്ടോ, പെൺകുട്ടിയാകണം, വള ഇട്ട് കൊടുക്കണം, മാല ഇട്ട് കൊടുക്കണം, മുടി ഇട്ടി കൊടുക്കണം, പൗഡർ ഇട്ട് കൊടുക്കണം, അങ്ങനെ കുറേ ചിന്തകളായിനി എനിക്ക്. ആദ്യമായിട്ട് കുട്ടി ഉണ്ടാവുമ്പോൾ ഞമ്മക്ക് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അനക്ക് അതൊന്നും കാണുന്നില്ലല്ലോ എൻ്റെ മുഖത്ത്. എന്താ എനിക്ക് പറ്റിയത്? അങ്ങനെയൊന്നും ഇല്ലാത്ത അത് വെറുതെ പറയാ. എന്തോ ഉണ്ട് എനിക്ക്. എനിക്കും ഉമ്മാക്കൊക്കെ അറിയാം അനക്കിപ്പോൾ ഇത് പറ്റിയിട്ടില്ലാന്ന്. കാരണം എൻ്റെ മനസ്സിൽ ഫുള്ള് പഠിച്ചണം എന്നല്ലേ. പഠിപ്പിപ്പോൾ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ പഠിച്ച കുട്ടികൾക്ക് ഇപ്പോൾ ഒരു 1-1.5 വയസ്സായാൽ പോയി പഠിച്ചൂടെ? ഇങ്ങനെ ഇപ്പം ഏതായാലും ഇങ്ങനെ ആയില്ലേ. ഇനിയിപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ സങ്കടപ്പെട്ടുങ്ങാണ്ടും ഇതായിങ്ങാണ്ട് നടക്കണ്ട. നമ്മൾ ഇങ്ങനെ വയറ്റിലുണ്ടാകുമ്പോൾ നല്ല സന്തോഷത്തോടു കൂടി നടന്നെങ്കിലുള്ളൂ കുട്ടികൾക്ക് അതിൻ്റെ ഇത് ഉണ്ടാകുക. അതുകൊണ്ട് എന്താണ് പൈസണീന് വെള്ളം അരച്ച് തിന്നുകാണ്ട്
ആ ജ്യൂസൊക്കെ തിന്നൊക്കെ കുടിച്ചങ്ങാണ്ട് രാവിലെ തന്നെ കുളിച്ചങ്ങാണ്ടൊക്കെ നല്ലൊരു ഉഷാറിൽ നടന്നു. ആ ഞാൻ വിളിച്ചപ്പോൾ ഓനെ ഇടങ്ങാറാക്കാൻ നിൽക്കണ്ട, ഒന്ന് കുളിച്ചള, അപ്പം തന്നെ എൻ്റെ ഒക്കെ ശരിയാവും. എനിക്ക് തോന്നണില്ല ഇനി പഠിക്കാൻ തുടങ്ങുന്നു. ഇതിന് മുന്നേ ചോദിച്ചിട്ട് എന്നെ എക്സാമിന് മാത്രം പോയാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ അങ്ങനത്തെ പോലെ എങ്ങനെ ഇനി കുട്ടികളായ പറഞ്ഞുകൂടും. ആ കേറി ഇങ്ങോട്ട് ഇരിക്കേ. ആ ഇരുന്നോണ്ടേ. ആ വരി ഇരിക്കി. ആ ഇരിക്ക. ഇതുവിടെ ഉണ്ടെന്നില്ലത് ഷാനി പറഞ്ഞിനി. ആ പുതിയാപ്പിളക്കൊക്കെ പണിയില്ല എന്നിട്ട്? ആ പണിയൊക്കെ ഉണ്ട്. ആ ഇപ്പൊ പണിക്കുപോയോ? ആ പണിക്ക് പോയിക്കണേ. ഷാനി അവിടെ കടക്കുകയാണ് തോന്നുന്നുണ്ട്. ആ ഓള് നോക്കണ അവിടെ കടക്കണ. ഇപ്പൊ പോയി വന്നതല്ല ആശുപത്രിയില്, അതിന്റെ ഒരു ക്ഷീണാണ് ഓക്ക്. ഓളവിടെ കടക്കണ ഈ കാര്യം. ആ എന്നാണ് വർത്താനം പറഞ്ഞോളൂ. ഞാൻ പോയിങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ ചായ വെള്ളം എടുത്തിട്ട് വരാം. ചായ വെള്ളമൊന്നും വേണ്ട, ഞാനിപ്പോ അറിഞ്ഞപ്പോ മണ്ടി പഞ്ഞിട്ട് പോന്നതാണ്. അങ്ങോട്ട് വരി. ഞാൻ ഇവിടെ അറ്റം വന്നിട്ട് ഒന്നും കുടിച്ചാതെ പോകുക. ഞാൻ എടുത്തിട്ട് വരാം. സാനിയെ ഇമ്മ വന്നിക്കണേ. എന്തൊക്കെയാ അമ്മ കൊടുന്നിക്കണോ നോക്കിയ. ആപ്പിളും ഓറഞ്ചോ എനിക്ക് പറ്റിയതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നാണുണ്ടമ്മ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടിങ്ങോട്ട് വരാന്? അപ്പോഴും പറഞ്ഞതാണ് ഞാൻ ഇന്നിപ്പോൾ പിടിച്ച് കെട്ടിച്ചുണ്ടാവും. ഇപ്പം എന്തായി? എൻ്റെ ജോലി, എൻ്റെ ലൈഫ് എല്ലാം നിങ്ങൾ കളഞ്ഞ്. അതിനിപ്പോൾ എന്താ കുട്ടിയെ ഇമ്മ കാട്ടണത്? നിങ്ങൾ ഇനി കൂടുതലൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കും വേണ്ട. ഉമ്മാരെ കുട്ടി ഇപ്പോഴും അതൊന്നും മറന്നിട്ടില്ലേ? ഞാനൊന്നും പറയണില്ല. ഞാൻ അങ്ങോട്ട് വരുന്നത് തന്നെ എൻ്റെ അടുത്ത് നിന്ന് ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാ. നോക്കിയാൽ അവിടെ വറകൊത്തല് കുറേ പണിയിലേനി. ഇപ്പം ഈ വിവരം അറിഞ്ഞപ്പോൾ അമ്മ മണ്ടി പാഞ്ഞങ്ങാണ്ട് പോകുന്നതാണ് ഒരു പറത്തി ഇട്ടങ്ങാണ്ട്. നിങ്ങൾക്കിപ്പോൾ പറ്റുമെങ്കിലേ ഇനിയൊന്ന് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കി വീട്ടിക്ക്. ഞാൻ അവിടെ കുറച്ച് ദിവസം വന്ന് നിൽക്കട്ടെ. ഞാൻ അതും നിങ്ങൾക്കൊരു ബാധ്യതയാണോ? അതിനിപ്പോ അയക്കുവാണ് ആവലേ ഓല്? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇന്നെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോയി. ഞാനെന്തായാലും ഉമ്മാനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാനെന്നാല് ഷാനിനെ കുറച്ച് ദിവസം പെരീക്ക് കൊണ്ടുപോയാലോ? ഓക്ക് പോരണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ. അല്ല അപ്പം എന്താ പറയണത്? ഇവിടെ നോക്കാതെ കേടൊന്നുമില്ല ആരും. പിന്നെ ഇപ്പം ഇവള് പറഞ്ഞാല് ഓളപ്പം നിൽക്കാൻ വേണ്ടി വന്നതേനി. ഓലിതുവരെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ടില്ലല്ലോ. അതൊന്നിപ്പോൾ സാരല്ല. ഓക്ക് പോരണമെന്നുണ്ടെങ്കിൽ ഓള് പോന്നോട്ടെ. പിന്നെ കുറേ ഒന്നും നിർത്താൻ പറ്റൂല. ഒരു 10-15 ദിവസമൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് നിർത്തിങ്ങാണ്ട് പിന്നെ ഞാൻ വരണ്ട് കൊണ്ടുവരാൻ. പഠിച്ച് നല്ല ജോലിയൊക്കെ നേടി ജീവിതമൊക്കെ നല്ലോണം ഒന്ന് ആസ്വദിച്ചതിന് ശേഷം വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഷാനിയുടെ അവസ്ഥ അവളെ കൂട്ടുകാരികളെ പോലെ തന്നെ വീടും കുട്ടികളുമായി 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി തീർക്കേണ്ടി വരുമോ എന്ന ഭയമാണ് ഷാനിയെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് വെറുമൊരു കഥയായാലും തള്ളരുത്. ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും ഒരുപാടുണ്ട്. അടുത്ത എപ്പിസോഡിനായി നിങ്ങൾ കാത്തിരിക്കുമെന്ന പ്രതീക്ഷയോടെ മാസലാമ.